ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. സോ നമ്മളിതാ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് റിവിഷനിലോട്ട് കടക്കാൻ പോവുകയാണ്. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനകത്ത് ഈ ചാപ്റ്ററിനകത്തുള്ള മുഴുവൻ കൺസെപ്റ്റുകളും നമ്മൾ പഠിച്ചെടുക്കാൻ പോവുകയാണ്. ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുൻപ് നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുൻപ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ തുടങ്ങുക. അതാണ് അതിൻ്റെ ഒരു അന്തസ് എന്ന് പറയുന്നത്. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. സോ ആദ്യം എന്തുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രിഫർ ചെയ്യുന്നത്, എന്തുകൊണ്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കണം, അതിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, എക്കോ ഫ്രണ്ട്ലി ആണ്, പരിസ്ഥിതിക്ക് ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ റോഡുകളിലോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് പുറമേ ഇപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ ഓടുന്ന വാഹനങ്ങളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കാറുണ്ട്, ശരിയല്ലേ? സോ അതിൻ്റെ അഡ്വാൻറ്റേജ് മെയിൻലി ബാക്കിയുള്ള പെട്രോൾ ഡീസൽ വാഹനങ്ങളിനകത്ത് കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ കെമിക്കൽ സബ്സ്റ്റൻസ് എമിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റിയിൽ ഓടുന്ന വാഹനങ്ങളിൽ ഒരു പൊല്യൂട്ടൻസും എമിറ്റ് ചെയ്യുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? സോ പരിസ്ഥിതിക്ക് ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല ഇതുപോലുള്ള ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്. അടുത്തത് എക്കോണമിക്കലാണ്. പണച്ചെലവ് കുറച്ച് കുറവാണ് അല്ലേ? കാരണം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില എന്ന് പറഞ്ഞു വെച്ചാൽ എങ്ങനെയാണ്, റോക്കറ്റ് കണക്ക് ഉയർന്നുകൊണ്ടിരിക്കുവാണ്. പക്ഷേ ഇലക്ട്രിസിറ്റിയിൽ ഓടുന്ന വാഹനങ്ങളാണെങ്കിൽ ഒരു തവണ ചാർജ് ചെയ്താൽ 100ഉം 200ഉം ഒക്കെ കിലോമീറ്റർ ഓടുന്ന തരത്തിലാണുള്ളത്. സോ അതിനാൽ തന്നെ വളരെയധികം എക്കോണമിക്കലാണ്. കറണ്ട് ബില്ലൊക്കെ കമ്പാരിറ്റീവ്ലി കുറവല്ലേ വരിക, റൈറ്റ്? അടുത്ത് ഈസി ടു സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട്. ഇപ്പം പെട്രോളും ഡീസലും ഒക്കെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൺവീനിയൻറ്റ് മെത്തേഡിൽ നമുക്ക് എന്ത് ട്രാൻസ്പോർട്ട് ചെയ്യാം? ഇലക്ട്രിസിറ്റിയെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഏറ്റവും ഈസിയായ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇടുക്കിയിലെ മൂലമറ്റത്തുണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി നമ്മുടെ വീടുകളിലോട്ട് എത്തുന്നുണ്ടെങ്കിൽ അത് ആ ഇലക്ട്രിസിറ്റിയുടെ ട്രാൻസ്പോർട്ടേഷനിലെ ഏറ്റവും വലിയ കൺവീനിയൻ്റ് ആയതുകൊണ്ടല്ലേ മക്കളെ അത് സാധ്യമാവുന്നത്, റൈറ്റ്? അതുപോലെ തന്നെയാണ് ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യാനും വളരെ എളുപ്പമാണ്, അത് ട്രാൻസ്പോർട്ട് ചെയ്യാനും വളരെയധികം എളുപ്പമാണ്. അടുത്തത് ഈസി ടു കൺവേർട്ട് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഏറ്റവും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. ഞാനിങ്ങനെ സ്വിച്ച് ഇടുമ്പോൾ ആ ബൾബ് കത്തുന്നു, ശരിയല്ലേ? സോ സ്വിച്ച് ഇടുമ്പോൾ ബൾബിലോട്ട് പോകുന്ന ഇലക്ട്രിക്കൽ എനർജിയാണ്. അതെന്തായിട്ട് മാറുന്നു? ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു. സിമിലർ വേ നിങ്ങൾക്കൊരു സ്പീക്കർ എടുത്തു കഴിഞ്ഞു വെച്ചാൽ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ആ സ്പീക്കർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? സൗണ്ട് എനർജി ആയിട്ട് മാറുന്നു. സിമിലർ വേ വേറെ ഏത് ഉദാഹരണം വേണമെങ്കിലും എടുക്കാം. അയൺ ബോക്സ് എടുക്കാം. സോ അവിടെ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. ഫാൻ എടുക്കാം, ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. സോ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഏതിൻ്റെ കേസിൽ? ഇലക്ട്രിക്കൽ എനർജിയുടെ കേസിൽ. സോ ഇതൊക്കെയാണ് ഇലക്ട്രിസിറ്റിയുടെ അഡ്വാൻറ്റേജുകൾ എന്ന് പറയുന്നത്. കൃത്യമായി തന്നെ മനസ്സിലാക്കി വെച്ചോ, മനസ്സിലങ്ങ് ഉറപ്പിച്ച് വെച്ചോ. സെറ്റല്ലേ? അടുത്തതിലൂടെ കിടക്കാം. നെക്സ്റ്റ് വൺ, എന്താണ് ഇലക്ട്രിക് കറണ്ട്? കറണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ആക്ച്വലി എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്. ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന ചാർജിന്റെ നിരക്കിനെയാണെന്ന് പറയുക ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുക. നിശ്ചിത സമയത്തിൽ എത്രത്തോളം ചാർജുകൾ ഈ കണ്ടക്ടറിലൂടെ ഒഴുകുന്നു അതിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുക. അതിന്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചോ. I = Q / T. I = Q/T ആണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുക. I എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്, അതിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. I എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്, അതിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. Q എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ആണ്, അവൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കുളോംബ്. T എന്ന് പറഞ്ഞാൽ ടൈം ആണ്, അവൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ്. ഈ കാര്യം നിങ്ങളുടെ മനസ്സിനകത്ത് വേണം, നിങ്ങളിത് പഠിച്ചിരിക്കണം. സോ I = Q/T ആണ്. Q എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്, യൂണിറ്റ് കുളോംബ് ആണ്. T എന്ന് പറഞ്ഞാൽ സമയമാണ്, യൂണിറ്റ് സെക്കൻഡ് ആണ്. SI യൂണിറ്റ് ആണ് എക്സ്പ്രസ് ചെയ്തത്. സോ സെക്കൻഡിൽ തന്നെ നിങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. ഫൈൻ. സോ ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന ചാർജിന്റെ നിരക്കിനെയാണ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് ത്രൂ എ കണ്ടക്ടറിനെയാണെന്ന് പറയുക ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുക. സോ I = Q/T മനസ്സിലങ്ങ് ഉറപ്പിച്ചു വെച്ചു. സെറ്റ്. അന്തസ്സായിട്ട് മനസ്സിലായില്ലടാ. അടുത്തത്, ഹൗ ടു മെഷർ ഇലക്ട്രിക് കറണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇലക്ട്രിക് കറണ്ട് അളക്കാൻ വേണ്ടി സാധിക്കുക? അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? അമ്മീറ്റർ എന്ന് പറയുന്നത്. അതിന്റെ സിംപിളൈസേഷൻ ആണ് ഒരു വട്ടത്തിനകത്ത് ക്യാപിറ്റൽ A ഉപയോഗിച്ച് നമ്മൾ കാണിച്ചിരിക്കുന്നത്. സോ അമ്മീറ്റർ എന്നാണ് നമ്മൾ അവനെ വിളിക്കാറുള്ളത്. അതിന്റെ ആക്ച്വൽ ശരിക്കുമുള്ള ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ അമ്മീറ്റർ എന്ന് പറയുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. ഈ പറയുന്ന ചുവന്ന നിറത്തിൽ കാണുന്നില്ലേ, അവിടെ നമ്മൾ ബാറ്ററിയുടെ അല്ലെങ്കിൽ നമ്മുടെ സർക്യൂട്ടിന്റെ പോസിറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്യുക. ഈ കറുത്ത നിറത്തിൽ കാണുന്നില്ലേ, അതിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന നെഗറ്റീവ് ടെർമിനലാണ്. ഫൈൻ. ക്ലിയർ അല്ലേ? സോ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ചുവപ്പ് നിറത്തിൽ പോസിറ്റീവ് ആൻഡ് കറുത്ത നിറത്തിൽ നെഗറ്റീവ് ആണ് നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുക കേട്ടോ. ഫൈൻ. ഓക്കെ അല്ലേ? സോ ഇതാണ് അമ്മീറ്റർ. അമ്മീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യുക? അളക്കുക. അടുത്തതിലോട്ട് കിടക്കാം. നെക്സ്റ്റ് വൺ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്.
ഇവിടെ പലരും ഈ ഒരു ടോപ്പിക്കൊക്കെ മഗ്ഗപ്പ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. ഒന്നും മനസ്സിലാവാതെ എങ്ങനെയെങ്കിലും ആ ഫോമുല ഒന്ന് പഠിച്ചെടുക്കാം, എങ്ങനെയെങ്കിലും ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം എന്ന മെന്റാലിറ്റിയിൽ നിൽക്കുന്ന കുട്ടികളുണ്ടാവും. ആ ഒരു മെന്റാലിറ്റി ആദ്യം തന്നെ മാറ്റുക. നമ്മളിനി ഓരോ കൺസെപ്റ്റുകളും മനസ്സിലാക്കി പഠിക്കാൻ പോവുകയാണ്, ഒരിക്കലും മറക്കാത്ത രീതിയിൽ തലയ്ക്കകത്ത് ആഴത്തിൽ പതിപ്പിക്കാൻ പോവുകയാണ്. സോ ആദ്യം എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിലോട്ട് കടക്കുന്നതിന് മുൻപ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് വെള്ളം ഒഴുകാനുള്ള റിക്വയർഡ് കണ്ടീഷൻ എന്താണ്? എനിക്കിപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് വെള്ളം ഒഴുക്കണം എങ്കിൽ അവയുടെ റിക്വയർഡ് കണ്ടീഷൻ എന്താണ്? രണ്ടും തമ്മിൽ ഒരു ലെവൽ ഡിഫറൻസ് വേണം, അല്ലെങ്കിൽ ഒരു ഹൈറ്റ് ഡിഫറൻസ് വേണം അല്ലേ? ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് താഴ്ന്ന പ്രദേശത്തോട്ടാണ് വെള്ളം ഒഴുകുക, നേരെ തിരിച്ചു പോകാറുണ്ടായില്ല, വല്ല മോട്ടറൊക്കെ വെച്ച് പമ്പ് ചെയ്യേണ്ടി വരും, റൈറ്റ്? എപ്പോഴും വെള്ളം ഒഴുകുന്നത് ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലോട്ടാണ്. കാറ്റ് വീശുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഹൈ പ്രഷർ റീജിയണിൽ നിന്ന് ലോ പ്രഷർ റീജിയണിലോട്ടാണ് കാറ്റ് വീശുന്നത്. സംശയമില്ലല്ലോ, ആർക്കും സംശയമില്ല. ഹൈ പ്രഷർ റീജിയൻ, പ്രഷർ കൂടിയ റീജിയണിൽ നിന്ന് പ്രഷർ കുറഞ്ഞ റീജിയണിലോട്ടാണ് കാറ്റ് വീശുന്നത്. അതുപോലെ തന്നെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ എന്തു വേണം? അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. കാര്യം മനസ്സിലായോ? വെള്ളം ഒഴുകണമെങ്കിൽ ലെവൽ ഡിഫറൻസ് വേണം, കാറ്റ് വീശണമെങ്കിൽ പ്രഷർ ഡിഫറൻസ് വേണം. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് കറണ്ട് ഒഴുകണമെങ്കിൽ, വൈദ്യുതി ഒഴുകണമെങ്കിൽ അവിടെ എന്ത് വേണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. ഇപ്പം ഈ രണ്ട് പോയിന്റുകൾക്കിടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നിൽ നിന്ന് മറ്റൊന്നിലോട്ട് എന്ത് ഒഴുകത്തുള്ളൂ? കറണ്ട് ഒഴുകത്തുള്ളൂ. ഹയർ പൊട്ടൻഷ്യൽ ഉള്ള റീജിയണിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യൽ ഉള്ള റീജിയണിലോട്ടാണ് എന്ത് ചെയ്യുക? കറണ്ട് ഒഴുകുക. സോ കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള നെസസറി കണ്ടീഷനാണ് എന്തെന്ന് പറയുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുക. ക്ലിയർ അല്ലേ? കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അതിൻ്റെ ഇക്വേഷനിലോട്ട് കിടക്കാം. ദാറ്റ് ഈസ് V = W/Q. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുക. V = W/Q ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുക. അഥവാ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ഒരു ചാർജിനെ കൊണ്ടുപോകാൻ ആവശ്യമുള്ള വർക്ക്, അതിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുക. ദാറ്റ് ഈസ് വർക്ക് ഡൺ പെർ ചാർജ്. ഒരു ചാർജിനെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് കൊണ്ടുപോകാൻ ആവശ്യമുള്ള വർക്കിനെയാണെന്ന് പറയുക പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുക. സോ V = W/Q എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സെറ്റ് അല്ലേ? V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വോൾട്ട് ആണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ട് ആണ്. W എന്ന് പറഞ്ഞാൽ വർക്കാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂൾ ആണ്. Q എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്. യൂണിറ്റ് കൂളോംബ് ആണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ, അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? അടുത്തൊരു കാര്യം എൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദഹിക്കണമെന്നില്ല. സോ നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയ ഒരു പേരുണ്ട്. അതെന്താണ്? അതാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ് വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു സംശയവും നിങ്ങൾക്ക് അതിനകത്ത് വേണ്ട. ഓക്കെ, ഫൈൻ. അടുത്ത നമ്മൾ കിടക്കാൻ പോകുന്നത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാൻ അല്ലെങ്കിൽ വോൾട്ടേജ് അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്താണ്? ആ ഡിവൈസ് കൂടി എൻ്റെ മക്കൾ പഠിച്ചു വെച്ചോ. ആ ഡിവൈസിൻ്റെ പേരാണ് വോൾട്ട് മീറ്റർ. കറണ്ട് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അമ്മീറ്റർ ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ എന്ന് പറയുക. അതിൻ്റെ സിംബോളൈസേഷൻ ഇങ്ങനെ ക്യാപിറ്റൽ V ഒരു വട്ടത്തിനകത്തിട്ട്, ഇതാണ് വോൾട്ട് മീറ്ററിൻ്റെ സിംബോളൈസേഷൻ. സെറ്റ്. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ല അവിടെ. എങ്കിൽ നമ്മളൊരു സർക്യൂട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ സർക്യൂട്ടിൽ വേണ്ട എലമെൻറ്റ്സ് എല്ലാം നിങ്ങളൊന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് ആവശ്യമുള്ള എലമെൻറ്റ്സ് ആണ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ പ്ലഗ് കീ എന്ന് പറഞ്ഞ സ്വിച്ച് തന്നെയാണ്. ഈ കീ ഇട്ട് കഴിഞ്ഞാൽ കറണ്ട് ഒഴുകും, കീ എടുത്തു കഴിഞ്ഞാൽ കറണ്ട് ഇല്ല, അവിടെ ബ്രേക്ക് ആയിപ്പോയി. ഇത് നമ്മുടെ സ്വന്തം റെസിസ്റ്റർ ആണ് കാണാൻ സാധിക്കുന്നത്. ഇത് വേരിയബിൾ റെസിസ്റ്റർ ആണ് കാണാൻ സാധിക്കുന്നത്. ഇത് വോൾട്ട് മീറ്റർ, വോൾട്ടേജ് അളക്കാൻ. ഇത് ഗാൽവനോമീറ്റർ. അതിൻ്റെ പർപ്പസ് എന്താണ്? കറണ്ട് മെഷർ ചെയ്യാൻ തന്നെയാണ്. പക്ഷെ സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട് മെഷർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനും ആരെ ഉപയോഗിക്കാം? ഗാൽവനോമീറ്ററിനെ ഉപയോഗിക്കാം. അഥവാ കറണ്ട് സെൻസിങ് ഡിവൈസ് ആണ് എന്തെന്ന് പറയുക? ഗാൽവനോമീറ്റർ എന്ന് പറയുക. അടുത്തതാണ് ബാറ്ററി. ബാറ്ററി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതതിൻ്റെ പോസിറ്റീവ് ടെർമിനലും ഇതതിൻ്റെ നെഗറ്റീവ് ടെർമിനലും ആയിരിക്കും. സോ വലിയ വരയുള്ളത് പോസിറ്റീവും ചെറിയ വരയുള്ളത് നെഗറ്റീവ് ടെർമിനലായിരിക്കും. ഇത് സെല്ലാണ്. സെല്ലിലും അതുപോലെ തന്നെ ഇത് പോസിറ്റീവ് ടെർമിനൽ, ഇത് നെഗറ്റീവ് ടെർമിനൽ. ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? സെൽ എന്ന് പറഞ്ഞു വെച്ചാൽ അല്ലെങ്കിൽ ബാറ്ററി എന്ന് പറഞ്ഞു വെച്ചാൽ സെല്ലിൻ്റെ കോമ്പിനേഷൻ ആണ്. ഒന്നിൽ കൂടുതൽ സെല്ലുകൾ കൂടിച്ചേരുമ്പോഴാണ് എന്തുണ്ടാവുക? ബാറ്ററി ഉണ്ടാവുക. ഒന്നിൽ കൂടുതൽ സെല്ലുകൾ കൂടിച്ചേരുമ്പോഴാണ് എന്തുണ്ടാവുക? ബാറ്ററി ഉണ്ടാവുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഒരു കണ്ടക്ടറിൻ്റെ രണ്ട് പോയിന്റുകൾക്കിടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആരെയാണ് ഉപയോഗിക്കുക? ബാറ്ററിയെ അല്ലെങ്കിൽ സെല്ലുകളെയാണ് ഉപയോഗിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സോ സെല്ലിൻ്റെ കോമ്പിനേഷനാണ് ബാറ്ററി എന്ന് പറയുന്നത്.
ഒരു കണ്ടക്ടർ എടുത്തു, അതിൻ്റെ 2 ടെർമിനൽസിൻ്റെ ഇടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആരുടെ സഹായമാണ് തേടുക? ബാറ്ററി അല്ലെങ്കിൽ സെല്ലിൻ്റെ സഹായമാണ് തേടുക. അടുത്തത് അമ്മീറ്റർ, കറണ്ട് മെഷറിംഗ് ഡിവൈസ് ആണ്, ഇതൊരു ബൾബാണ്. ഇവയെല്ലാം ഉപയോഗിച്ചാണ് നമ്മളൊരു സർക്യൂട്ട് വരയ്ക്കുന്നത്, സർക്യൂട്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്. ഫൈൻ. സോ പ്ലഗ് കീ എന്ന് പറഞ്ഞ സ്വിച്ച് തന്നെയാണ്. റെസിസ്റ്റൻസ്, കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ഫാക്ടറാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. വേരിയബിൾ റെസിസ്റ്റൻസ്, അതിൻ്റെ വാല്യൂ മാറ്റാൻ സാധിക്കുന്ന റെസിസ്റ്ററാണ് വേരിയബിൾ റെസിസ്റ്റർ എന്ന് പറയുന്നത്. വോൾട്ട് മീറ്റർ, വോൾട്ടേജ് അളക്കാൻ വേണ്ടിയിട്ട്. ഗാൽവനോമീറ്റർ, കറണ്ട് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാറ്ററിയും സെല്ലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അമ്മീറ്റർ, കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബൾബ്, കത്തിക്കാൻ വേണ്ടിയിട്ട്. റൈറ്റ്, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? സംശയമില്ലാലോ. മുന്നോട്ട് പോവാം. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. അടുത്താണ് ഓംസ് ലോ. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ മറ്റെന്ത് പഠിച്ചിട്ടില്ലെങ്കിലും ഓംസ് ലോ പഠിക്കാതിരിക്കരുത്. ഓംസ് ലോ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ. എന്താണ് പറയുന്നത്? ഇതൊരു കണ്ടക്ടർ എടുത്തു എന്ന് വിചാരിക്കാം. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. ഇപ്പം ഇതിൻ്റെ 2 പോയിന്റുകൾ എ ബി എടുത്തു. ഈ എയ്ക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിലൂടെ ഒഴുകുന്ന കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. എയ്ക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിയാൽ കറണ്ട് കൂടും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറഞ്ഞാൽ കറണ്ട് കുറയും. കാര്യം മനസ്സിലായില്ലേ? സോ എങ്ങനെ ഇക്വേഷൻ എഴുതാം? വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ കൊണ്ടുവരും. നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് ക്യാപിറ്റൽ ആർ അഥവാ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ വി ഈക്വൽ ടു ആർ ഐ എന്ന് എഴുതാം, ഓർ ആർ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? വി ബൈ ഐ എന്ന് എഴുതാം. കാര്യം മനസ്സിലായില്ലേ? ഇതാണ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുക. ആർ ഈക്വൽ ടു വി ബൈ ഐ. ഇവിടെ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ആർ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കോൺസ്റ്റന്റ് അല്ല, അതൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. ഇറ്റ് ഈസ് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഫൈൻ. സോ എന്താണ് ഓംസ് ലോയ്ക്കകത്ത് പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദാറ്റ് കണ്ടക്ടർ. സോ വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് നമുക്ക് എഴുതാം. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് ക്യാപിറ്റൽ ആർ അഥവാ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ വി ഈക്വൽ ടു ആർ ഐ എന്ന് എഴുതാം, ഓർ ആർ ഈക്വൽ ടു വി ബൈ ഐ. സെറ്റ്. അന്തസ്സായിട്ട് ക്ലിഞ്ചനായിട്ട് മനസ്സിലായില്ലേ? എങ്കിൽ അടുത്തതിലോട്ട് കിടക്കുന്നു. ദാറ്റ് ഈസ് വി ഐ ഗ്രാഫ്. വി ഐ ഗ്രാഫാണ് അടുത്തതായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, മുഴുവൻ മക്കളും ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ എക്സ് ആക്സിസിനകത്ത് നമ്മൾ ഇടുന്നത് ഐ ആണ്, കറണ്ട് ആണ്. വൈ ആക്സിസിനകത്തുള്ളത് വോൾട്ടേജ് ആണ്. മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം, അഥവാ വി ഈസ് പ്രൊപ്പോർഷൻ ടു ഐ അല്ലേ? അതിനാൽ തന്നെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഒരു തർക്കവുമില്ല, ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ് എന്ന തരത്തിലുള്ള ചോദ്യം. വാട്ട് ഈസ് എ സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ്? ഒരു വി ഐ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്താണ് ലഭിക്കുക എന്ന ചോദ്യം പരീക്ഷയിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്. നിസ്സാരമായി തന്നെ ക്രാക്ക് ചെയ്യാൻ എൻ്റെ മക്കൾ ശ്രദ്ധിച്ചാൽ അതിനെ സ്ലോപ്പ് എടുക്കുന്നു. സ്ലോപ്പ് എടുക്കും. സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താണ്? മാത്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സ്ലോപ്പ് ഈക്വൽ ടു അടിസക്കെ. സ്ലോപ്പ് ഈക്വൽ എന്താ മക്കൾ ഇക്വേഷൻ? സ്ലോപ്പ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഇവിടെ വൈ കമ്പോണന്റ് എന്താണ്? ഇവിടെയുള്ള വൈ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്. സോ വി ബൈ എക്സ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കറണ്ട് ആണ്. സോ വി ബൈ ഐ എന്ന് കിട്ടും. ദാറ്റ് ഈസ് സ്ലോപ്പ് ഈക്വൽ ടു വി ബൈ ഐ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? വി ബൈ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ അല്ലടാ മക്കളെ. സോ സ്ലോപ്പ് ഈക്വൽ ടു വി ബൈ ഐ ഈക്വൽ ടു എന്ത് എഴുതാം? ആർ എന്ന് പറയാം. സോ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റെസിസ്റ്റൻസിന് ഈക്വലന്റ് ആണ്. സോ ഒരു വി ഐ ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പാരാമീറ്റർ ആണ് മക്കളെ കിട്ടുക? അത് റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുക. മനസ്സിനകത്ത് ഉറപ്പിച്ച് വെക്കുക. ഇവിടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ വിയും ഐയും ഇന്റർചേഞ്ച് ചെയ്ത് ഞാൻ മൊത്തം മാറും. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലാണ് കിട്ടുക, കണ്ടക്ടൻസ് ആണ് കിട്ടുക. സോ അതിലോട്ടൊന്നും കടക്കുന്നില്ല. സോ കൃത്യമായിട്ട് വി എന്ന് പറയുന്ന വോൾട്ടേജ് വൈ ആക്സിസിലും കറണ്ട് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും തന്നെ പ്ലോട്ട് ചെയ്യുക. എങ്കിലേ നമുക്ക് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കിട്ടത്തുള്ളൂ. മറന്നു പോകരുത്. ഫൈൻ. അടുത്തതിലോട്ട് കിടക്കാം. റെസിസ്റ്റൻസ് എന്താണ്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിലൊക്കെ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ഹമ്പുകൾ വെക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഒരു കണ്ടക്ടറിലൂടെയുള്ള കറണ്ടിനെ ഒപ്പോസ് ചെയ്യാൻ, കറണ്ടിനെ പ്രതിരോധിക്കാൻ, നീ ഒഴുകല്ലണ, നീ അവിടെ നിൽക്കണ എന്ന് പറഞ്ഞ് കറണ്ടിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഫാക്ടറാണ് എന്ത് പറയുക? റെസിസ്റ്റൻസ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്.
കറണ്ടിനെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തുന്ന ആ ഒരു സ്വഭാവ സവിശേഷതയാണ് എന്തെന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുക. ഫൈൻ, ഓക്കെ. ആക്ച്വലി റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു സ്വഭാവമാണ്. ആരുടെ സ്വഭാവമാണ്? റെസിസ്റ്ററിൻ്റെ സ്വഭാവമാണ് റെസിസ്റ്റൻസ് എന്ന് പറയുക. ഇങ്ങനെ ECG പോലെ കാണുന്നതാണ് റെസിസ്റ്റർ. ഈ റെസിസ്റ്ററിൻ്റെ സ്വഭാവമാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ യൂണിറ്റ് ഓം ആണ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓം ആണ്. ഇക്വേഷൻ മനസ്സിലാക്കുക. R=V/I ആണ് കേട്ടോ. യൂണിറ്റ് ഓം ആണ്. ഓം ഹമ്പ് പോലെ ഇടുന്ന ഓം ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ. അടുത്തത് ഫാക്ടേഴ്സ് ഇൻ വിച്ച് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുക? ഓരോന്നും പഠിച്ചു വെച്ചോ. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, ടെമ്പറേച്ചർ. ഫൈൻ. എന്താണ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ? നീളം, കണ്ടക്ടറിന്റെ നീളം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വണ്ണം, തിക്നെസ്. തിക്നെസ് എന്ന് പറയില്ല, വണ്ണം എന്ന് പറയും. അതിനെയാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുക. നേച്ചർ ഓഫ് മെറ്റീരിയൽ അഥവാ കോപ്പറിനുള്ള റെസിസ്റ്റൻസ് ആയിരിക്കില്ല സിൽവറിന് ഉണ്ടാവുക. സിൽവറിനുള്ള റെസിസ്റ്റൻസ് ആയിരിക്കില്ല ഗോൾഡിന് ഉണ്ടാവുക. ഗോൾഡിനുള്ള റെസിസ്റ്റൻസ് ആയിരിക്കണമെന്നില്ല നിക്രോമിന് ഉണ്ടാവുക. ഓരോന്നിൻ്റെയും റെസിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ്. സോ അതാണ് നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അടുത്ത ടെമ്പറേച്ചർ. ഏത് ടെമ്പറേച്ചറിലാണ് കണ്ടക്ടേഴ്സ് നമ്മൾ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്, ആ ടെമ്പറേച്ചറും റെസിസ്റ്റൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. ഫൈൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ അവസാനത്തെ രണ്ടെണ്ണത്തിനെ പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട. കാരണം നമ്മളൊരു ഫിക്സഡ് മെറ്റീരിയലും അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറുമാണ് നമ്മൾ എടുക്കുന്നത്. സോ അവസാനത്തെ രണ്ടെണ്ണത്തിനെ വിട്ടേക്ക്, പോട്ടെ. ബാക്കി രണ്ടെണ്ണം മാത്രം മതി. ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. അഥവാ നീളം കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും, നീളം കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. ഇതാണ് ഒരു കണ്ടക്ടർ എന്ന് വിചാരിക്കുക. ഇതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇതിനേക്കാളും നീളം കൂടിയ ഇതേ മെറ്റീരിയലിന്റെ കണ്ടക്ടർ ആണെങ്കിൽ അതിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ. കാരണം നീളം കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും, നീളം കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. സോ R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L എന്ന് എഴുതാം. സിമിലർ വേ R ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A. ഇക്വേഷൻ നമ്പർ 2 ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. വണ്ണം കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇതൊരു കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. അതേ മെറ്റീരിയലിൻ്റെ, സെയിം മെറ്റീരിയലിൻ്റെ അതേ നീളത്തിൽ കട്ടി കൂടിയ അടുത്തൊരു കണ്ടക്ടറാണിത്. ഇതിൽ ആർക്കായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ? ഇതിൽ ഇവന് റെസിസ്റ്റൻസ്, ശ്രദ്ധിക്കണം, ഇവന് റെസിസ്റ്റൻസ് കൂടുതലും ഇവന് റെസിസ്റ്റൻസ് കുറവുമായിരിക്കും. കാരണം എന്താണ്? വണ്ണം കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. നോക്കിക്കേ, വണ്ണം കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. ആറും എയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. വണ്ണം കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? ഇനി രണ്ട് ഇക്വേഷൻസ് കൂടി നമുക്ക് റിലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് R ഈസ് പ്രൊപ്പോർഷണൽ ടു L/A എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 3 ആണ്. ഇക്വേഷൻ നമ്പർ 3 R ഈസ് പ്രൊപ്പോർഷണൽ ടു L/A. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് റോ എന്ന് പറയുന്നത്. ആരാണ്? റോ. ദാറ്റ് ഈസ് R ഈക്വൽ ടു റോ L/A. R ഈക്വൽ ടു റോ L/A. ഇക്വേഷൻ നമ്പർ എത്രയാണ്? 4. റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി. അപ്പോൾ റോ ഈക്വൽ ടു എങ്ങനെ എഴുതാം? RA/L എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മുടെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുക. റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി, RA/L. ഫൈൻ. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് റോ എന്ന് പറയുന്നത്. റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി ഇക്വേഷൻ RA/L. പഠിച്ചിരിക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാക്കി തന്നെ പഠിക്കണേ. അടുത്തത് എക്സ്പ്രഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി. അതാണ് നമ്മളിപ്പോൾ എക്സ്പ്രസ് ചെയ്ത്, ഇനിയിപ്പോൾ അത് വേണ്ട. റെസിസ്റ്റിവിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ഇറ്റ്സ് നേച്ചർ. നേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുക. ഇവിടെ നേച്ചർ എന്ന് മാത്രം പറയുന്നുണ്ട്, പക്ഷെ ആക്ച്വലി നേച്ചർ മാത്രമല്ല, ടെമ്പറേച്ചറിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റിയിൽ മാറ്റമുണ്ടാവും. പക്ഷെ നമ്മൾ ഇനീഷ്യലി തന്നെ പറഞ്ഞു, ടെമ്പറേച്ചർ ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടാണ് കീപ്പ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന പോയിന്റ് ഉൾപ്പെടുത്താത്തത്. ആക്ച്വലി റെസിസ്റ്റിവിറ്റി നേച്ചർ ഓഫ് ദ മെറ്റീരിയലിനെയും ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ടെമ്പറേച്ചറിനെ അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ ഏതിനെ മാത്രം എഴുതിയാൽ മതി? നേച്ചറിനെ മാത്രം എഴുതിയാൽ മതി. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഇവിടെ ഓം മീറ്റർ എന്ന് പറഞ്ഞു. അതെങ്ങനെ വന്നു എന്ന് അണ്ണൻ ഒന്ന് പറഞ്ഞു തരട്ടെ. ശ്രദ്ധിച്ചിരിക്കാവോ? മനസ്സിരുത്തി ശ്രദ്ധിക്കാവോ? ഇനി ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ പറഞ്ഞുതരാം. റോ ഈക്വൽ ടു RA/L അല്ലേ? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം അല്ലേ? ഏരിയയുടെ മീറ്റർ സ്ക്വയർ അല്ലേ? ലെങ്ത്തിന്റെ മീറ്റർ അല്ലേ? വെട്ടിക്കൊല്ലടാ.
ഇതാ വെട്ടി നമ്മൾ കൊന്നു. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? ഓം മീറ്റർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് റെസിസ്റ്റിവിറ്റിക്ക് എന്ത് യൂണിറ്റ് കിട്ടിയത്? ഓം മീറ്റർ കിട്ടിയത്. ഇങ്ങനെയാണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്തായിട്ട് മാറുന്നത്? ഓം മീറ്റർ ആയിട്ട് മാറുന്നത്. മനസ്സിലങ്ങ് ഉറപ്പിച്ച് വെച്ചോ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. ഫൈൻ, അടുത്തതിലൂടെ കിടക്കാം. നെക്സ്റ്റ് വൺ, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. നമുക്ക് റെസിസ്റ്റേഴ്സിനെ രണ്ട് രീതിയിൽ കമ്പൈൻ ചെയ്യാൻ സാധിക്കും. സീരീസ് കോമ്പിനേഷനും അതുപോലെ തന്നെ പാരലൽ കോമ്പിനേഷനും. എന്താണ് സീരീസ് കോമ്പിനേഷൻ? ഒരു മാലയിലെ മുത്തുകൾ പോലെ കണക്ട് ചെയ്യുന്നതിനെയാണെന്ന് പറയുക സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുക. റൈറ്റ്, ഒരു മാലയിലെ മുത്തുകൾ പോലെ നമ്മളൊരു ബാറ്ററിയിലോട്ട് റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യുന്നതിനെയാണെന്ന് പറയുക സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുക. ഇതിനെ വിളിക്കുന്ന പേരാണ് സീരീസ് കോമ്പിനേഷൻ. ഫൈൻ, സെറ്റൽ, അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഒരു മാലയിൽ എങ്ങനെയാ മുത്തുകൾ ഒന്നിനടുത്തൊന്ന് അതിനടുത്തത് ഇങ്ങനെയൊക്കെ അല്ലേ? സോ അതുപോലെ കണക്ട് ചെയ്യുന്നതിനെയാണ് ഇത് പറയുക സീരീസ് കണക്ഷൻ എന്ന് പറയുക. സോ ആദ്യത്തെ റെസിസ്റ്റർ R1, രണ്ടാമത്തെ R2, മൂന്നാമത്തെ R3. ഫൈൻ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഡെറിവേഷൻ അന്തസ്സായിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോവാണ്, മനസ്സിരുത്തി കേൾക്കണടാ. സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഇവിടെ കറണ്ട് അഥവാ I എന്തായിരിക്കും? സെയിം ആയിരിക്കും. R1-ലൂടെയും R2-ലൂടെയും R3-ലൂടെയും ഒഴുകുന്ന കറണ്ട് എന്തായിരിക്കും? അത് തുല്യമായിരിക്കും. I will be same. V അഥവാ വോൾട്ടേജ് എന്തായിരിക്കും? വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. അഥവാ R1-ന് അക്രോസ് ആയ വോൾട്ടേജ് ആവണമെന്നില്ല R2-ന് അക്രോസ് ആയത്, അതാവണമെന്നില്ല R3-ക്ക് അക്രോസ് ആയത്. വോൾട്ടേജ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷെ കറണ്ട് എന്തായിരിക്കും? തുല്യമായിരിക്കും. സോ സീരീസ് കണക്ഷൻ ആണെങ്കിൽ കറണ്ട് സെയിം ആണ്, വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. ഇത് മനസ്സിനകത്ത് അങ്ങ് ഉറപ്പിച്ചു വെക്കുക. സോ R1-ന് അക്രോസ് ആയ വോൾട്ടേജിന് എന്ത് പേരിട്ട് വിളിക്കാം? V1 എന്നും, R2-ന് അക്രോസ് ആയത് V2 എന്നും, R3-ക്ക് അക്രോസ് ആയത് V3 എന്നും വിളിക്കാം. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് തുല്യമാണെന്ന് പറഞ്ഞു. കറണ്ട് ഈസ് ടേക്കൺ ആസ് I. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ, അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഡെറിവേഷനിലോട്ട് കിടക്കാം. സോ ഇവിടെ ഏത് പാരാമീറ്റർ ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്? ഏതാണ് ഡിഫറൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്? ഏതാണ് വേരിയിങ് പാരാമീറ്റർ? അത് വോൾട്ടേജ് ആണ്. സോ നമ്മുടെ ഡെറിവേഷൻ നമ്മൾ ആരംഭിക്കുന്നത് ആരിൽ നിന്നാണ്? വോൾട്ടേജിൽ നിന്ന് വേണം നമുക്ക് നമ്മുടെ ഡെറിവേഷൻ ആരംഭിക്കാൻ. സോ ടോട്ടൽ വോൾട്ടേജ് V ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് എഴുതാം. ടോട്ടൽ വോൾട്ടേജ് V ഈക്വൽ ടു എന്ത് എഴുതാം? V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് എഴുതാം. അക്കോർഡിംഗ് ടു ഓംസ് ലോ നമ്മൾ പഠിച്ചതാണ്. എന്ത്? V ഈക്വൽ ടു IR എന്ന് പഠിച്ചില്ലേ? ഓംസ് ലോ പ്രകാരം V ഈക്വൽ ടു IR എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. നമുക്കത് ഇവിടെ അപ്ലൈ ചെയ്താലോ? സോ Vക്ക് പകരം എന്ത് കൊടുക്കാം? IR എന്ന് കൊടുക്കാം. V1-ന് പകരം IR1, V2-ന് പകരം IR2, V3-ക്ക് പകരം IR3 എന്ന് കൊടുക്കാം. സെറ്റൽ, അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? Vക്ക് പകരം IR എന്നും, V1-ന് പകരം IR1 എന്നും, V2-ന് പകരം IR2 എന്നും, V3-ക്ക് പകരം IR3 എന്നും നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇവിടെ പലരുടെയും സംശയം, അതെന്താ സാറേ I3 R3, I2 R2, I1 R1 എന്ന് കൊടുത്തില്ല? കാരണം കറണ്ട് ഇവിടെ എന്താണ് മക്കളെ? സെയിം ആണ്. അതുകൊണ്ടാണ് എല്ലാത്തിലും I എന്ന് മാത്രം കൊടുത്തത്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? നമുക്ക് കറണ്ടിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. വി ആർ ഗോണ ടേക്കിംഗ് ഔട്ട് ദ കറണ്ട്. സോ IR ഈക്വൽ ടു I ഇൻറ്റു R1 പ്ലസ് R2 പ്ലസ് R3. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇവിടെയുള്ള ഐയും ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. 3 ആയതുകൊണ്ടാണ് R3 വരെ, 4 ഉണ്ടെങ്കിൽ R4 വരെ, 2 ഉണ്ടെങ്കിൽ R1 പ്ലസ് R2 എഴുതിയാൽ മതി. ഫൈൻ. സോ ഇതാണ് സീരീസ് കോമ്പിനേഷനുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ ഫോർമുല. R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. ഇതാണ് ഫോർമുല. ഇത് കൃത്യമായി തന്നെ പഠിച്ചു വെക്കണം, മനസ്സിൽ അങ്ങ് ഉറപ്പിച്ച് വെക്കണം. ഡെറിവേഷൻ പഠിച്ചാൽ അത്രയും നല്ലത്. ഫൈൻ. ഇതിന്റെ കൂടെ അണ്ണൻ കുറച്ച് അഡീഷണൽ ഡാറ്റാസ് പറഞ്ഞു തരട്ടെ. അഡീഷണൽ ഡാറ്റാസ്. ഒന്നാമത്തെ, സീരീസ് കണക്ഷൻ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. ടോട്ടൽ റെസിസ്റ്റൻസ്, അതിനെയാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുക. ഒരു സർക്യൂട്ടിൽ സീരീസ് കണക്ഷൻ ആണ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തെങ്കിൽ അവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് വളരെയധികം കൂടുതലായിരിക്കും. പാരലൽ കണക്ഷനെ അപേക്ഷിച്ച് സീരീസ് കണക്ഷൻ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇത് മനസ്സിലങ്ങ് ഉറപ്പിച്ച് വെച്ചോ, കൂടുതലായിരിക്കും. അടുത്തത്, 2 റെസിസ്റ്റേഴ്സേ ഉള്ളൂ എങ്കിൽ, നമ്മുടെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു, 2 ഉള്ളൂ എങ്കിൽ R എഫക്റ്റീവ് ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാം? R1 പ്ലസ് R2 എന്ന് എഴുതാം. അത് മനസ്സിലാക്കി വെക്കുക. ഇവിടെ 3 ഉള്ളതുകൊണ്ടാണ് R1 പ്ലസ് R2 പ്ലസ് R3 എഴുതിയത്. അടുത്തത്, റെസിസ്റ്റേഴ്സ് എല്ലാം ഐഡന്റിക്കൽ ആണെങ്കിൽ അവിടെയുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് R എഫക്റ്റീവ് ഈക്വൽ ടു NR. ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് R എഫക്റ്റീവ് ഈക്വൽ ടു NR. N എന്ന് പറഞ്ഞാൽ നമ്പറാണ്, എണ്ണം, നമ്പർ, എത്ര എണ്ണമുണ്ട്. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്. എൻ്റെ മക്കൾക്ക് ചിലപ്പോൾ ഇത് കത്തിയിട്ടുണ്ടാവില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു 150
2 ohm റെസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. 150 2 ohm റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? 150 2 ohm റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നു. ആർ എഫക്റ്റീവ് ഈക്വൽ ടു NR ആണ്. എന്നിൻ്റെ പകരം 150 എണ്ണം. ഒരെണ്ണത്തിൻ്റെ റെസിസ്റ്റൻസ് 2 ആണ്. ആൻസർ എത്ര വരും? 300. കാര്യം മനസ്സിലായോ? സോ ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് NR എന്ന് പറയുന്നത്. N എന്ന് പറഞ്ഞാൽ നമ്പർ, R എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന്റെ വാല്യൂ. സെറ്റ് അല്ലേ? അടുത്ത നമുക്ക് പാരലൽ കോമ്പിനേഷനിലോട്ട് കിടക്കാം. എന്താണ് പാരലൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നിന് താഴെ ഒന്നായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുക. അതാ പാരലൽ കോമ്പിനേഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഫൈൻ, ഓക്കെ. സോ വി ആണ് നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുക, I ആണ് സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത്. ഇവിടെ 3 റെസിസ്റ്റേഴ്സ് ആണ് പാരലൽ, R1 R2 R3 ആണ് പാരലലി കണക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടുപിടിക്കാം, ഈസിയാണ്. കഴിഞ്ഞതിൽ നിന്ന് മാറിയിട്ട് ഇവിടെ നിങ്ങൾ തിങ്ക് ചെയ്യുക. അഥവാ ടോട്ടൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 എഴുതിയാൽ മൊട്ട കിട്ടും. അങ്ങനെയല്ല, അത് നമുക്ക് ഡിറൈവ് ചെയ്യണം. അതിന് മുൻപായിട്ട് പാരലൽ കണക്ഷൻ ആണെങ്കിൽ ഇവിടെ കറണ്ട് ആണ് എന്ത് പറയുക? വേരിയിങ് പാരാമീറ്റർ. ഇവിടെ കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷെ വോൾട്ടേജ് ഇവിടെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. വോൾട്ടേജ് ഇവിടെ സെയിം ആയിരിക്കും, കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. ശ്രദ്ധിക്കുക, ഇവിടെ ഏതാണ് വേരിയിങ് പാരാമീറ്റർ? കറണ്ട് ആണ് വേരിയിങ് പാരാമീറ്റർ. അഥവാ R1 കറണ്ട് എന്തായിരിക്കും? I1 ആയിരിക്കും. R2 I2 ആയിരിക്കും. R3 I3 ആയിരിക്കും. കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷെ മൂന്നിനും അക്രോസ് ആയ വോൾട്ടേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ പാരലൽ കണക്ഷൻ ആണെങ്കിൽ വോൾട്ടേജ് സെയിം ആണ്, കറണ്ട് ഡിഫറൻ്റ് ആണ്. ഈ കാര്യം മനസ്സിൽ അങ്ങ് ഉറപ്പിച്ച് വെക്കുക. എങ്കിൽ ഇവിടെ ആരിൽ നിന്നാണ് ഡെറിവേഷൻ തുടങ്ങുന്നത്? ആരാണോ ഡിഫറൻറ്റ്, ആരാണോ മാറിക്കൊണ്ടിരിക്കുന്നത്, അവനിൽ നിന്ന് വേണം നമ്മൾ ഡെറിവേഷൻ ആരംഭിക്കാൻ. ഇവിടെ വേരിയിങ് പാരാമീറ്റർ ആരാണ്? കറണ്ട് അല്ലേ? സോ ടോട്ടൽ കറണ്ട് I ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? I1 പ്ലസ് I2 പ്ലസ് I3 എന്ന് എഴുതാം. നമുക്കറിയാം അക്കോർഡിംഗ് ടു ഓംസ് ലോ I ഈക്വൽ ടു എന്ത് എഴുതാം? V/R എന്ന് പറഞ്ഞ് നമുക്ക് റീപ്ലേസ് ചെയ്യാം. സോ V/R ഈക്വൽ ടു V/R1 പ്ലസ് V/R2 പ്ലസ് V/R3 എന്ന് എഴുതാം. V നമുക്ക് കോമൺലി പുറത്തെടുക്കാം. സോ V/R ഈക്വൽ ടു V കോമൺലി പുറത്തെടുത്താൽ 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. വിയും നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ ഗൈസ്, വി വിൽ ഗെറ്റ് ദ ഫൈനൽ ഇക്വേഷൻ ആസ് 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ദിസ് ഈസ് അവർ ഫൈനൽ ഇക്വേഷൻ. ഇതാണ് പാരലൽ കോമ്പിനേഷൻ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. പഠിക്കേണ്ടത്. ഫൈൻ, സെറ്റ് അല്ലേ? അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? ഇനി കുറച്ച് അഡീഷണൽ ഡാറ്റാസ് ഞാൻ പറഞ്ഞു തരട്ടെ. അഡീഷണൽ ഡാറ്റാസ് ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. എല്ലാവരും മനസ്സിലാക്കുക. പാരലൽ കണക്ഷൻ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആർ എഫക്റ്റീവ് കുറവായിരിക്കും. സീരീസ് കണക്ഷൻ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, അഥവാ ടോട്ടൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സീരീസിനെ കമ്പയർ ചെയ്യുമ്പോൾ പാരലലിനകത്താണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവ്. മനസ്സിനകത്ത് അങ്ങ് ഉറപ്പിച്ച് വയ്ക്കുക. ഫൈൻ. അടുത്ത 2 എണ്ണമേ ഉള്ളൂ എങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ആർ എഫക്റ്റീവ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 എന്ന് പറഞ്ഞ് എഴുതാം. ഇതിന് ഒരു സിംപ്ലിഫൈഡ് ഫോമാറ്റ് കൂടിയുണ്ട്. അതിനാണ് ഞാനിത് എടുത്തു പറയുന്നത്. സിംപ്ലിഫൈഡ് ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ ആർ എഫക്റ്റീവ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇത് കൂടി ഒന്ന് പഠിച്ചു വെച്ചോ. ഇപ്പോൾ 2 റെസിസ്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ അവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണ് R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ക്രിസ്റ്റൽ ക്ലിയർ അല്ല? അന്തസ്സായിട്ട് മനസ്സിലായില്ല? അടുത്തത് നെക്സ്റ്റ് വൺ, ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്ന് പറഞ്ഞു വെച്ചാൽ R/N ആണ് ഫോമുല. ഇഫ് ദ റെസിസ്റ്റേഴ്സ് ആർ ഐഡന്റിക്കൽ വി ക്യാൻ യൂസ് ദ ഫോമുല R/N. ആർ എഫക്റ്റീവ് ഈക്വൽ ടു R/N ആണ് ഫോമുല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. ഫൈൻ. സോ ഇതൊരു 6 ohm റെസിസ്റ്ററാണ്. 6 ohm റെസിസ്റ്റേഴ്സ് നമ്മുടെ കയ്യിൽ ഒരു 30 എണ്ണം എന്നുള്ളത്. 30 6 ohm റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? പാരലൽ കണക്ഷൻ. 30 6 ohm റെസിസ്റ്റേഴ്സ് പാരലലി ആണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈസിയാണ്. ഇക്വേഷൻ അറിയാം. ആർ എഫക്റ്റീവ് ഈക്വൽ ടു R/N അല്ലേ? ആറിൻ്റെ സ്ഥാനത്ത് എന്തായിരിക്കും? 6 ആണ് വരിക. എന്നിൻ്റെ സ്ഥാനത്ത് എത്രയാണ്? 30 എണ്ണമാണ്. സോ 6/30 എന്ന് വരും. എത്രയാണ്? 6/30 എന്ന് വരും. ബാക്കി സിംപ്ലിഫിക്കേഷനൊക്കെ നിങ്ങൾ ചെയ്തേക്ക്. ഇതാണ് പരിപാടി. 1/5. സോ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഈ മെത്തേഡുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സീരീസ്, പാരലൽ, അവയുടെ ഇക്വേഷൻ, അവയുടെ കണ്ടീഷൻ, എപ്പോഴാണ് ടോട്ടൽ റെസിസ്റ്റൻസ് കൂടുക, എപ്പോഴാണ് ടോട്ടൽ റെസിസ്റ്റൻസ് കുറയുക, ഏതിലാണ് വോൾട്ടേജ് സെയിം, ഏതിലാണ് കറണ്ട് സെയിം, ഐഡന്റിക്കൽ ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന കാര്യം അന്തസ്സായിട്ട് വെടുപ്പായി ക്ലിഞ്ചറായി മനസ്സിലാക്കി വെക്കണം. മനസ്സിനകത്ത് അങ്ങ് ഉറപ്പിച്ച് വെക്കണം. ഒരു വെള്ളക്കടലാസിൽ ഫോമുലാസ് എല്ലാം എഴുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും.
അടുത്തതിലോട്ട് കിടക്കാം. നെക്സ്റ്റ് വൺ, ജൂൾസ് ലോ. ജൂൾസ് ലോയും പവറും കൂടിയേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ. ജൂൾസ് ലോ ഒന്നുമില്ലടാ, ഒരു കണ്ടക്ടർ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ നമ്മൾ എടുത്തു, എ ബി. അതിലൂടെ ഐ എന്ന് പറയുന്ന കറണ്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഏതാ കറണ്ട്? ഐ എന്ന് പറയുന്ന കറണ്ട് ഒഴുകുന്നുണ്ട്. ഈ പറയുന്ന കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് R ആണെന്ന് വിചാരിക്കുക. ടി എന്ന് പറയുന്ന സമയത്തോട്ടാണ് കറണ്ട് ഒഴുകുന്നതെന്ന് വിചാരിക്കുക. എല്ലാവരും മനസ്സിലാക്കുക, ഒരു കണ്ടക്ടർ എടുത്തു, അതിലൂടെ ഒഴുകുന്ന കറണ്ട് ഐ ആണ്, അതുപോലെ തന്നെ അതിൻ്റെ റെസിസ്റ്റൻസ് R ആണെന്ന് വിചാരിക്കുക. ടി എന്ന് പറയുന്ന സമയത്തോട്ടാണ് കറണ്ട് ഒഴുകുന്നത്. സോ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകിക്കഴിഞ്ഞാൽ ഉറപ്പായും അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, ഉറപ്പായും അവിടെ ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. ആ ഹീറ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന, ഹീറ്റിനെ പറ്റി ഡിഫൈൻ ചെയ്യുന്ന ലോ ആണ് ജൂൾസ് ലോ എന്ന് പറയുന്നത്. ഫൈൻ, ഇതാണ് കാര്യം. സോ ഒരു കണ്ടക്ടർ ഐ എന്ന് പറയുന്ന കറണ്ട് ഒഴുകുന്നു, ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് R ആണ്. ടി എന്ന് പറയുന്ന സമയത്തോട്ടാണ് കറണ്ട് ഒഴുകുന്നത്. ആ സമയത്ത് ഉറപ്പായും അതിനകത്ത് ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. ആ ഹീറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന ലോ ആണ് ജൂൾസ് ലോ എന്ന് പറയുന്നത്. Okay, the heat generator in a current carrying conductor is directly proportional to the product of square of current, resistance of the conductor and the time in which the current is flowing through the conductor. എന്താണ് പറയുന്നത്? The heat developed in a current carrying conductor is directly proportional to product of square of current, resistance and the time in which the current is flowing through the conductor. എങ്ങനെ എഴുതാം? ഹീറ്റ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്? കറണ്ടിന്റെ സ്ക്വയറിന്റെയും റെസിസ്റ്റൻസിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ഫൈൻ. ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ്, നമുക്ക് കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കൊണ്ടുവരാം. സോ കെ ഇൻറ്റു ഐ സ്ക്വയർ ആർ ടി. ഇവിടെ കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ എച്ച് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഐ സ്ക്വയർ ആർ ടി എന്ന് എഴുതാം. ഇതാണ് ജൂൾസ് ലോന്റെ ഇക്വേഷൻ. എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. കെയുടെ വാല്യൂ എത്രയാണ്? 1. സോ എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇത് പഠിച്ചു വെച്ചാൽ മതി. എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചാൽ മതി. ഹീറ്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് കറണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് ദ ടൈം ഇൻ വിച്ച് ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ. ഇതാണ് ഒരു ഫോമുല. നമുക്ക് ആക്ച്വലി ഒരു ഫോമുല മാത്രം പഠിച്ചാൽ പോരാ, നമുക്ക് ടോട്ടലി 3 ഫോമുലാസ് പഠിക്കാനുണ്ട്. 3ഉം ജസ്റ്റ് പറഞ്ഞു തരാം, അതിന് ഡെറിവേഷൻ ആവശ്യമില്ല. ഫോമുല പഠിച്ചോ. എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി, എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. ഈ പറയുന്ന 3 ഫോമുലാസും നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. ഒരെണ്ണം മാത്രം പഠിച്ചാൽ പോരാ. ഒരെണ്ണത്തിൻ്റെ ഡെഫിനിഷൻ ഓറിയൻറ്റഡ് ആയ എക്സ്പ്ലനേഷനാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത്. എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടിയുടെ. ബാക്കിയൊക്കെ ഡിറൈവ്ഡ് എടുക്കുന്നതാണ്. പക്ഷേ ആ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. എച്ച് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി, വി ഐ ടി. ഇത് പഠിച്ചു വെച്ചോട്ടെ. ഹീറ്റിൻ്റെ യൂണിറ്റ് കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ജൂൾ ആയിരിക്കും ഹീറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയും. ജൂളാണ് ഹീറ്റിൻ്റെ യൂണിറ്റ്. ബാക്കിയെല്ലാം എൻ്റെ മക്കൾക്ക് അറിയുന്നതാണ്. അടുത്ത ലാസ്റ്റ് ടോപ്പിക്, പവർ, ഇലക്ട്രിക് പവർ. The rate at which the electrical energy is dissipated or consumed in an electric circuit. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ എത്രത്തോളമാണ് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെസിപ്പേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിക് പവർ എന്ന് പറയാം. ഫൈൻ, ഓക്കെ. സോ അതിൻ്റെ ഇക്വേഷൻ വളരെ എളുപ്പമാണ്. ഹീറ്റ് ഡിവൈഡ് ബൈ ടൈം എന്ന് ആലോചിച്ചാൽ മതി. പവർ ഈക്വൽ ടു ഹീറ്റ് ഡിവൈഡ് ബൈ ടൈം. ഓക്കെ, ഇത് മാത്രം ആലോചിച്ചാൽ മതി. എളുപ്പ വഴിയാണ് ഹീറ്റ് ഡിവൈഡ് ബൈ ടൈം. ഹീറ്റിൻ്റെ ഇക്വേഷൻ ഇതൊക്കെയാണ്. എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, എച്ച് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി, എച്ച് ഈക്വൽ ടു വി ഐ ടി. ഇതല്ലേ ഫോമുലാസ്? സോ ഹീറ്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ടൈമൊക്കെ ക്യാൻസൽ ചെയ്ത് പോലെ, ഇതിനകത്തുള്ള ടൈമൊക്കെ ക്യാൻസൽ ചെയ്യും. സോ പവർ കിട്ടും. സോ പവർ ഈക്വൽ ഒന്നാമത്തെ ഫോമുല ഐ സ്ക്വയർ ആർ, രണ്ടാമത്തെ ഫോമുല വി സ്ക്വയർ ബൈ ആർ, മൂന്നാമത്തെ ഫോമുല വി ഐ. സെറ്റല്ലേ? പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടാണ് പവറിൻ്റെ യൂണിറ്റ്. ക്യാപിറ്റൽ W ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇതുപോലെളിയ. സോ ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. ഇതിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. സോ എന്തായാലും ഈ ഒരു കൺസെപ്റ്റ് റിവിഷൻ നിങ്ങൾക്ക് അന്തസ്സായി തന്നെ മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ ഉറപ്പായും എല്ലാ മക്കളും ഒരു കമൻറ്റ് എങ്കിലും ഇടണം. എങ്കിലേ അടുത്തടുത്ത ചാപ്റ്ററുമായിട്ട് അണ്ണൻ തിരിച്ചു വരത്തുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എഫക്റ്റീവായി തന്നെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാ ടോപ്പിക്കുകളും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു. അതും ഏറ്റവും ചുരുങ്ങിയ സമയത്താണ് എല്ലാം നമ്മൾ അടിപൊളിയാക്കി മനസ്സിലാക്കിയത്. സോ ഇതിന് നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം നിങ്ങളുടെ വാലിഡ് കമൻറ്റുകൾ തന്നെയാണ്. എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. എല്ലാവരും കമൻറ്റ് ചെയ്യുക. സോ നിങ്ങളിടുന്ന കമൻറ്റുകളാണ് എനിക്ക് തരുന്ന ഊർജ്ജം എന്ന് പറയുന്നത്. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്തൊരു ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ് റിവിഷനുമായിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും മക്കളെ. സോ ഗൈസ്, ലവ് യു ആൾ, ടേക്ക് കെയർ, ബൈ.